പാവനമാം പട്ടണത്തിൽ ആരു കടന്നിടും? പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ. പാവനമാം പട്ടണത്തിൽ ആരു കടന്നിടും? പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ. നീതിയായി നടന്നു നേർ പറഞ്ഞു മഞ്ഞിൽ പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ. ഓ നീതിയായി നടന്നു നേർ പറഞ്ഞു മഞ്ഞിൽ പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ, മണവാട്ടി മാത്രമേ. ഓ അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കും. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കും. സ്തോത്രം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അപ്പോസ്തലൻ പരിശുദ്ധയാത്മാ നിയോഗത്താൽ രേഖപ്പെടുത്തുന്ന വചനത്തിന്റെ ആഴം ശ്രദ്ധിക്കാതെ പോകരുത്. കൊലോസ്യ ലേഖനം കാരാഗൃഹ ലേഖനങ്ങളിൽ ഒന്നാണ്. സുഖകരമായ പട്ടുമെത്തയിൽ ഇരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് അവനോട് പറഞ്ഞ് എഴുതിയതല്ല. വേദനകളുടെ നടുവിൽ ബന്ധിതനായി സ്വാതന്ത്ര്യമില്ലാത്തവനായി ഇരിക്കുമ്പോൾ ദൈവാത്മ നിയോഗത്താൽ എഴുതപ്പെട്ടതായ ലേഖനങ്ങളിൽ ഒന്നാണ് കൊലോസ്യ ലേഖനം. ഏത് കാരാഗൃഹത്തിൽ വെച്ച് എഴുതിയെന്ന് വ്യക്തമല്ല, പക്ഷെ കാരാഗൃഹ ലേഖനങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് സത്യമാണ്. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായ 21 ലേഖനം പുതിയ നിയമസഭയ്ക്ക് ദൈവാത്മാവ് കൈമാറിയിട്ടുണ്ട്. അതിൽ 14 നൽകിയത് അപ്പോസ്തലനായ പൗലോസാണ്. 5 പേരാണ് മൊത്തത്തിൽ ഈ ലേഖനങ്ങൾ എഴുതുവാൻ ദൈവം ഉപയോഗിച്ചത്. ഒന്ന് പൗലോസാണ്, പത്രോസാണ്, യോഹന്നാൻ, യാക്കോബ്, യൂദ. 5 പേർ. സ്തോത്രം. അതിൽ 14 ലേഖനം പൗലോസ് അപ്പോസ്തലന്റെ തൂലികയിൽ കൂടെ നമുക്ക് ലഭിച്ചു. അത് ഈടുറ്റ ലേഖനങ്ങളാണ്. ചെറുതല്ല. അതിൽ വളരെ ശക്തമായ ആഹ്വാനം ദൈവാത്മ നിയോഗത്താൽ അപ്പോസ്തലൻ നൽകുന്നുണ്ട്. ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ദൈവാത്മാവ് നൽകിയത് പാപികൾക്കല്ല. ഈ ലേഖനങ്ങൾ നൽകിയത് ആർക്കല്ല? ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതായ ദൈവമക്കൾ എന്ന് അവകാശം പറയുന്നതായ വ്യക്തി ജീവിതങ്ങൾക്ക് കൈമാറ്റം ചെയ്തതായ ലേഖനങ്ങളാണ് 21 ലേഖനങ്ങൾ. ഇത് ജനത്തെ കഷ്ടപ്പെടുത്തുവാൻ വേണ്ടി നൽകിയതല്ല, മറിച്ച് നിത്യതയിലേക്ക് ഒരുവൻ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വ്യക്തി ജീവിതങ്ങൾ പ്രമാണിക്കുവാൻ ദൈവാത്മാവ് നൽകിയതാണ് 21 ലേഖനം.
മനസ്സിലാകുന്നുണ്ടോ? SLC പരീക്ഷയ്ക്ക് എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും A+ വേണമെങ്കിൽ മേടിക്കാം. എല്ലാവർക്കും A+ മേടിക്കാം വേണമെങ്കിൽ. എന്നാൽ എല്ലാവരും എന്ത് ചെയ്യുന്നില്ല? A+ മേടിക്കുന്നില്ല. അവനവന്റെ പ്രാപ്തിക്കനുസരിച്ച് എന്തു ചെയ്യുന്നു? പഠിക്കുന്നു, അവർ മാർക്ക് മേടിക്കുന്നു. പക്ഷെ എന്നാൽ മിനിമം ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ പോയി കഴിഞ്ഞാൽ കാര്യം പോക്കാം. എന്നതുപോലെ തന്നെ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാനാണ് നമ്മെ വിളിച്ചത്. അതായേ പറ്റൂ. അതിനകത്തും എന്തുണ്ട്? ഏറ്റക്കുറച്ചിൽ ഉണ്ട്. സ്തോത്രം. എല്ലാവരും ഒരുപോലെയല്ല. എന്നെ പോലെ ആകണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളെ പോലെ ആകാൻ എനിക്കും പറ്റില്ല. സ്തോത്രം. പറഞ്ഞു മനസ്സിലായോ? എന്നാ നാളെ പാസ് എന്നെ പോലെ ആകണമെന്ന് നടക്കില്ല. നിങ്ങൾ എന്നെ പോലെ ആകണമെന്ന് പറഞ്ഞാലും നടക്കില്ല. അവനവന് സ്തോത്രം ദൈവാത്മാവ് നൽകിയിരിക്കുന്ന ഒരു പ്രാപ്തിയുണ്ട്. സ്തോത്രം. അതിനനുസരിച്ചാണ് ഓരോ വ്യക്തികളും ഒരുങ്ങേണ്ടത്. ശ്രദ്ധിച്ചാൽ മതി. ഒരു വിവാഹ വേദിയിലേക്ക് ഒരു വീട്ടിൽ നിന്ന് പോകുന്ന എല്ലാവരും ഒരുപോലെയല്ല ഒരുങ്ങുന്നത്. ചിലരെ ഇത്തിരി വൃത്തിയും വെടിപ്പിലും ഒരുങ്ങുന്നവരുണ്ടാവും. ഒരു വീട്ടിൽ നിന്നാണ് ഇറങ്ങുന്നത്, ശരിയാ. പക്ഷെ ചിലത് എന്തുണ്ടാവില്ല. എത്ര പറഞ്ഞാലും ആ വൃത്തിയും വെടിപ്പും അഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഒന്നെങ്കിൽ അവനവൻ എന്തുണ്ടാകണം? സുബോധം ഉണ്ടാകണം. സ്തോത്രം. 4 പേരുടെ മുൻപിൽ പോയി നിൽക്കാൻ പോകുകയാണെന്നുള്ള ബോധം ഉണ്ടാകണം. അതുണ്ടാകുമ്പോഴാണ് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അയ്യേ ഇത് വൃത്തികേടാണല്ലോ, ഇതൊന്ന് ചൊവ്വാക്കണം എന്ന് ബോധമുണ്ടാകുന്നത്. സ്തോത്രം. എന്നതുപോലെ വചനമാകുന്ന കണ്ണാടിയുടെ മുൻപിൽ ഒരു ദൈവ പൈതൽ നിലകൊള്ളുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ, ക്രമീകരിക്കേണ്ട ഭാഗങ്ങൾ ക്രമീകരിപ്പാനിടയാകും. അതിനു വേണ്ടിയാണ് പരിശുദ്ധയാത്മാവെന്ന കാര്യസ്ഥനെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. എന്തിനു വേണ്ടി? ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങുവാൻ. ആത്മമണവാളനായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് പരിശുദ്ധയാത്മ നിയോഗത്താൽ നമ്മൾ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിനം ആത്മമണവാളൻ എന്ത് ചെയ്യും? മധ്യാകാശത്തിൽ ഇറങ്ങി വരും. സ്തോത്രം. ഇറങ്ങി വരുമ്പോൾ കാന്ത ഒരുങ്ങി നിൽക്കുന്നവർ ഇവിടെ നിന്ന് രൂപാന്തരം പ്രാപിച്ച് കുതിച്ചങ്ങ് ചെല്ലും. ആ ദിനം എത്ര മനോഹരമായിരിക്കും. അതിന് വേദപണ്ഡിതാക്കൾ ഉദാഹരണം പറയുന്നത് ഹല്ലേലൂയ, ഇസ്ഹാക്കിന്റെ റിബേക്കയുടെ ആ കൂടിക്കാഴ്ചയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഉദാഹരണം പറയുന്നത്. എലിയാസാർ ആണ് എന്നാണ് വചനത്തിൽ നിന്നും അങ്ങനെ പറയുന്നത്. പേരവിടെ പറയുന്നില്ല. കാരണം അബ്രഹാമിന്റെ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരായിരുന്നു? എലിയാസാർ ആയിരുന്നു. അപ്പോൾ ഇസ്ഹാക്കിന് വേണ്ടി ഒരു മണവാട്ടിയെ കണ്ടെത്തുവാൻ നിയോഗിച്ചത് എലിയാസാർ ആയിരിക്കണം എന്ന് പണ്ഡിതാക്കൾ എന്ത് ചെയ്യുന്നു? അഭിപ്രായപ്പെടുന്നു. ഞാനും ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. ഇനിയിപ്പോ ആരായാലും നമുക്ക് ഇവിടെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ കിണറ്റിന്റെ കരയിൽ അബ്രഹാം പറഞ്ഞതായ ആ ചിന്തകളുമായി എലിയാസർ ഇരിക്കുകയാണ്. അവനറിയില്ല ലാബാന്റെ ഭവനം എവിടെയാണെന്ന്. അവനറിയില്ല ഇസ്ഹാക്കിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മണവാട്ടി ഏതെന്ന്. സ്തോത്രം. എന്നാൽ സകലതും അറിയുന്ന ദൈവത്തോടൊരു പ്രാർത്ഥന. അവിടെ ഇരുന്നൊരു പ്രാർത്ഥന ഇങ്ങ് പ്രാർത്ഥിച്ചു. ആമേൻ. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നവണ്ണം റിബേക്ക എന്ത് ചെയ്യുകയാണ്? അവിടെ വരികയാണ്. അവളോട് പറഞ്ഞു,
എനിക്ക് വെള്ളം വേണം. അവൾ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് മാത്രമല്ല ഒട്ടകങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒട്ടകം കുടിക്കുന്ന വെള്ളത്തിന്റെ കണക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വട്ടം കറങ്ങും നമ്മള്. ഒരു മടി കൂടാതെ അവളത് ചെയ്യുവാൻ തയ്യാറായി. അപ്പോൾ ഈ വെള്ളം കോരിക്കൊണ്ടുവന്ന് ഇത് കൊടുക്കുമ്പോൾ എലയാസർ ശ്രദ്ധിച്ച് നോക്കുകയാണ്. യജമാനന് വേണ്ടി ദൈവം ഒരുക്കിയതായ മണവാട്ടിയെ. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഇത് തന്നെയാണ് യജമാനന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മണവാട്ടി. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ലാബാന്റെ ഭവനത്തിലെത്തി കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയൊക്കെ കഴിഞ്ഞു. കാര്യം ക്രമീകരിക്കപ്പെട്ടപ്പോൾ ഇനി താമസിപ്പിക്കരുത്, പോകണമെന്ന് സ്തോത്രം പറയുവാനിടയായി. അപ്പോൾ അവളെ വിളിച്ചൊന്ന് ചോദിക്കാൻ, അല്പ ദിവസം കൂടെ ഒന്ന് താമസിച്ചിട്ട് പോയാൽ മതി എന്നാണ് അവരുടെ അഭിപ്രായം. വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ലില്ല ഞാൻ പോവുക. അന്ന് വരെ കാണാത്ത ഒരു ചെറുക്കന് വേണ്ടി ഒരാൾ വന്നിട്ട് കാര്യം പറഞ്ഞപ്പം പോകാനായിട്ട് തയ്യാറായ സ്തോത്രം. ഇത് തന്നെയാണ് ആത്മമണവാളനായ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടതായ നമ്മൾ. ക്രിസ്തുവിനെ നമ്മൾ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല, എന്നാൽ ഒരു ദിനം നമ്മൾ കാണും. അത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം പിടഞ്ഞ് വികസിക്കും. ഹല്ലേലൂയ. വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ താൻ ഇരിക്കും പോലെ നമ്മൾ അവനെ കാണും. ഹല്ലേലൂയ. അവനോട് സദൃശരായി നമ്മൾ അവനെ കാണോ. ഹല്ലേലൂയ. റിബേക്കയും കൂട്ടി എലയാസർ വരുമ്പോൾ മണവാളൻ അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വെളിം പ്രദേശത്ത് ധ്യാനിക്കുവാനായി വരുന്നതായ ആ ഇസഹാക്ക്. അവൾ ചോദിച്ചു, അതാരാണ്? അത് നിന്റെ മണവാളനാണെന്ന് പറഞ്ഞ് സ്തോത്രം ഒട്ടകപ്പുറത്തു നിന്ന് ഇറങ്ങി അവൾ മൂടുപടമിട്ട് ഇരുവരും വന്ന് സന്ധിച്ച് ഹല്ലേലൂയ അവർ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ ഒരു ദിനം ആത്മമണവാളനായ ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ ഒരുങ്ങി നിൽക്കുന്ന മണവാട്ടി സഭ കയറിപ്പോകുന്നതായ ആ നിമിഷം, അത് വേദപുസ്തകം പറയുന്നത് മരിച്ചവർ ആദ്യം രൂപാന്തരം പ്രാപിക്കും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കല്ലറയിൽ വിശ്രമിക്കുന്നവർ തഫേന്നും പറഞ്ഞ് എന്ത് ചെയ്യും? ഉയർക്കും, രൂപാന്തരം പ്രാപിച്ച്. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് എന്ത് ചെയ്യും? അതിനുശേഷം ഇതെല്ലാം നിമിഷ നേരങ്ങൾക്കുള്ളിൽ നടക്കുന്നതാ. ഈ രണ്ടു കൂട്ടരും ഒരുമിച്ച് മണവാളന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്ന അതൊന്ന് ഭാവനയിലൊന്ന് കാണണം. വേദനയില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ഹല്ലേലൂയ പിറുപിറുപ്പില്ലാത്ത, പരിതാപമില്ലാത്ത ആ നിത്യമായ നാട്ടിൽ ആത്മമണവാളനോടൊത്ത് വസിപ്പാനായി ഒരുങ്ങുന്ന കാമ്പേ. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ദുഃഖങ്ങൾ, ഈ ഭൂമിയിലെ പ്രയാസങ്ങൾ നീ മറക്കുന്നൊരു ദിനമുണ്ട്. അന്ന് പറയും, കർത്താവിന് വേണ്ടി അല്പം കൂടെ സ്തോത്രവും. കുറിവാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. കൂട്ടായ്മ രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ചേർന്ന് നടക്കുവാൻ കഴിയുമോ? സ്തോത്രം. വേദപുസ്തകത്തിലെ ഒരു ചോദ്യമാണത്. സ്തോത്രം. ദൈവമക്കളെ, ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നടക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ കൊണ്ട് അവന്റെ കൂടെ നടക്കാൻ പറ്റില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റാതെ ദൈവിക ബന്ധത്തിന് ഉടമകളാകുവാൻ കഴിയുകയില്ല.
അതിന് വ്യക്തമായൊരു മാതൃക കർത്താവായ യേശുക്രിസ്തു തന്നെ തൻ്റെ മരണത്തിനു മുൻപ് തൻ്റെ കൂടെയുള്ള അരുമശിഷ്യരോട് പറയുന്നത് കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് ഓടി വന്നാൽ അത് കാണുവാൻ കഴിയും. അവിടെ അത് 15:3 ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ആദ്യം ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നടക്കേണ്ടത് ശുദ്ധീകരണമാണ്. ഈ ശുദ്ധീകരണം നമ്മൾ അറിയാതെ നമ്മിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് എപ്പോഴാണ് നടക്കുന്നത്? മാറ്റമില്ലാത്ത വചനത്തെ ചോദ്യം ചെയ്യാതെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് ശുദ്ധീകരണം. സ്തോത്രം. ആ ശുദ്ധീകരണം നടന്നതിന് ശേഷമേ ദൈവിക കൂട്ടായ്മയിലേക്ക് പ്രവേശിപ്പാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ശുദ്ധീകരണം നടന്നതിന് ശേഷം റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പോൾ വചനത്തെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുമ്പോൾ ആ വചനം ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത്, നമ്മുടെ മൺകൂടാരത്തിനകത്ത് നടത്തുകയാണ്. അത് കൈക്കൊള്ളേണ്ടതുപോലെ കൈക്കൊണ്ടാൽ സമൂലമായൊരു മാറ്റം നമ്മിലുണ്ടാകും. അത് വചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് എന്ത് ചെയ്തു? കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. സമൂലമായൊരു രൂപാന്തരം. ആ രൂപാന്തരം വന്നു കഴിയുമ്പം, ആഹാ, നീ സണ്ണിയാണോടാ? അതെ. എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു വല്ലാത്തൊരു മാറ്റം നിന്നില്. പഴയ അവസ്ഥയൊക്കെ മാറിയല്ലോ. ഒരു ഉശിരും ഒരു ഉന്മേഷവും കുരുട്ടും കുന്നായ്മയൊക്കെ പോയി മുഖത്ത് തന്നെ ഒരു തേജസ്. ആദ്യം എന്തുണ്ടായിരുന്നു? കുരുട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉള്ളത് കൊണ്ട് മുഖം ഒരു മുഷ്ക് പോലെ ആയിരുന്നു. ഇപ്പൊ മുഖത്ത് നോക്കുമ്പോ തന്നെ എന്തുണ്ട്? ഒരു തേജസ്. ആകെ അങ്ങ് മാറിയല്ലോ. കാരണം മറ്റൊന്നുമല്ല, കുഞ്ഞപ്പം പോയി കഴിഞ്ഞപ്പം എന്തായി? മൊത്തത്തിൽ അതൊരു മാറ്റം വന്നു. അതാണ് കാര്യം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സമൂലമായ ഒരു മാറ്റം വന്നതാണ് അതിന്റെ കാരണം. ഇനി അതിന് താഴെ പറയുന്നു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിട്ട് അവിടെ മനസ്സിലാകത്തക്ക നിലവാരത്തിലുള്ള ഒരു ഭാഷയിൽ ഒരു സാദൃശ്യം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അതിന് പ്രത്യേകിച്ച് വ്യാഖ്യാനമൊന്നും വേണ്ട, ഡിക്ഷണറി ഒന്നും തപ്പണ്ട, ഗ്രീക്ക് നോക്കണ്ട, ഇനി മറ്റേതെങ്കിലും ഹീബ്രുവോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒന്നും നോക്കേണ്ട കാര്യമില്ല. വളരെ കൃത്യതയോടുകൂടെ അവിടെ രേഖപ്പെടുത്തുകയാണ്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു മുന്തിരിവള്ളിയാണ്. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു മുന്തിരിവള്ളിയെങ്കിൽ നാം ആ മുന്തിരിവള്ളിയിലെ കൊമ്പുകളാണ്. സ്തോത്രം. അപ്പോൾ കൊമ്പുകളാകുമ്പോൾ ആ മുന്തിരിവള്ളിയിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമേ ഈ കൊമ്പിലേക്ക് വരികയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതിലെന്താണ് ഉള്ളത് അതേ ഇവിടെ വരികയുള്ളൂ. സ്തോത്രം. കാട്ടൊലിവാണ് യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും. പക്ഷേ അത് നല്ല ഒലിവിനോട് എന്ത് ചെയ്തു? ചേർത്തങ്ങ് ഒട്ടിച്ചു.
അപ്പോൾ ഫലം കായ്ക്കത്തക്ക നിലവാരത്തിൽ ഒരു മുന്തിരി വള്ളിയോടെ ചേർത്താണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ സാദൃശ്യമായി പറയുന്നതാണ്, മനസ്സിലാകുവാൻ വേണ്ടി. ഒലിവ് മരം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഇസ്രായേല് ഫലം കായ്ക്കാതിരുന്നപ്പോൾ ചില കൊമ്പുകൾ എന്ത് ചെയ്തു? വെട്ടി അങ്ങ് കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മെ അതിലങ്ങ് ചേർത്തങ്ങൊട്ടിച്ചു. സ്തോത്രം. ഹേമൻ, അതിലൊരു പാട്ടുണ്ട്. ആ പാട്ട് എനിക്ക് കാണാതെ അറിയില്ല, അത് കാരണം പാടുന്നില്ല. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പാട്ടാണ്. ഹേമൻ. അപ്പോൾ ദൈവ മക്കൾ എന്ന് പറയുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിൽ വസിക്കുന്നവരാകണം. അത് വസിച്ചേ പറ്റുകയുള്ളൂ. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. ഈ കൊലോസ്യ ലേഖനം നമ്മോട് ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. യേശു ക്രിസ്തു ദൈവത്തിന്റെ പ്രതിമയാണ്. ഒന്ന് വായിച്ചോ, 1:15. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും മതി. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. ആര്? സാദൃശ്യമാണ്. ആര്? ക്രിസ്തു. ഇനി അതിന്റെ 18-ാം വാക്യം. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാണ്. അപ്പോൾ സഭ, ദൈവത്തിന്റെ സഭ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. ക്രിസ്തു ആരാണ്? സഭയുടെ തലയാണ്. മനസ്സിലാകണം. മുന്തിരിവള്ളി ആരാണ്? ക്രിസ്തുവാണ്. നമ്മൾ ആരാണ്? കൊമ്പാണ്. ഇത് മനസ്സിലാകുവാൻ വേണ്ടിയാണ് ദൈവാത്മാവ് സാദൃശ്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പറയുന്നു സഭ ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ ശരീരമാണ്. ക്രിസ്തു ആരാണ്? സഭയുടെ തലയാണ്. ആമേൻ. അപ്പോൾ ഇനി അടുത്തത് 1:16 പറയുന്നു സകലത്തിന്റെയും സൃഷ്ടാവാണ്. ആര്? കർത്താവായ യേശു ക്രിസ്തു. സകലവും സൃഷ്ടിച്ച, സകലത്തിന്റെയും ഉടമയായ ഒരു നാഥനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. ആമേൻ. ക്രിസ്തു ചെറിയ ദൈവവും ദൈവം വലിയ ദൈവവും പരിശുദ്ധയാത്മാവ് അതിനേക്കാൾ കുറച്ച് കുറഞ്ഞതുമല്ല. ഇവർ നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധയാത്മാവെന്ന് തിരുവചനത്തിൽ മാതൃകയായി പറഞ്ഞിരിക്കുന്നതാണ്. നിത്യത ചെന്ന് കഴിയുമ്പോൾ അറിയാം ഇത് ഏതെല്ലാം വ്യക്തമായ രൂപം എങ്ങനെയാണെന്ന് അന്ന് അവിടെ എത്തിക്കഴിയുമ്പോൾ കാണാം. ഇപ്പം നമ്മളത് എന്ത് ചെയ്യണ്ട, ചകഞ്ഞ് മാന്തി തൊലി പൊളിച്ച് തൊണ്ട് പൊളിക്കാനൊന്നും നടക്കണ്ട. നടന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതായിട്ടുള്ള സാധനം ഇല്ലെന്നേ. ആകെ ഇട്ടാവട്ടം മാത്രമേ കാണാൻ പറ്റുള്ളൂ. സകലത്തെയും സൃഷ്ടിച്ചതായ ദൈവത്തെ നമുക്ക് കാണാനോ അല്ലെങ്കിൽ അത് ഗ്രഹിക്കാനോ ഉള്ള കഴിവ് നമുക്കില്ല. സ്തോത്രം. ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ മനസ്സിലാകുന്ന ഭാഷയിൽ മാറ്റമില്ലാത്ത വചനത്തിലൂടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയത് അതങ്ങ് വിശ്വസിച്ച് എന്ത് ചെയ്താൽ മതി, നാഥന്റെ കൂടെ അങ്ങ് യാത്ര ചെയ്താൽ മതി. അത് തന്നെ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അത് തന്നെ വേണ്ടതുപോലെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെയാണ് അത് അങ്ങനെ എന്താ ഇങ്ങനെ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. ചെയ്യാൻ പറഞ്ഞത് ചെയ്യില്ല, ചെയ്യാൻ പറയാത്തത് അറിയാനാണ് ആഗ്രഹം. അവിടെയാണ് പ്രശ്നം. വളരെ കൃത്യതയോടുകൂടെ വേദപുസ്തകം നമ്മോട് പറയുന്നു, അവനോട് ചേർന്ന് നാം എന്ത് ചെയ്യണം? യാത്ര ചെയ്യണം. അവനോട് ചേർന്ന് യാത്ര ചെയ്യണമെങ്കിൽ വചനം പറയുന്ന വാക്ക് തന്നെ പറഞ്ഞാൽ ജഡശരീരം ഉരിഞ്ഞു കളയണം. എന്നിട്ട് എന്ത് ചെയ്യണം? പുതിയ മനുഷ്യനെ ധരിക്കണം. അതാണ് ഇച്ചിരി പാട്. കാരണം പഴയ മനുഷ്യന് ഇച്ചിരി നാറ്റമുണ്ട്,
അതൊക്കെ ഇടയ്ക്കൊന്ന് മണത്ത് അതൊരു സുഖമല്ലേ, നാളുകളായിട്ട് മണത്തും കൊണ്ട് നടക്കുന്നതല്ലേ. അപ്പം അതൊക്കെ മണത്തും ഇച്ചിരി ഒന്ന് സൂചിച്ചും ഇങ്ങനെ നടക്കുക. പക്ഷെ അതിനെ ഉരിഞ്ഞു കളയാതെ, അതിനെ ജീവിതത്തിൽ നിന്ന് മാറ്റാതെ പുതുക്കപ്പെട്ട അനുഭവത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന് മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത് അവനിൽ എന്ത് ചെയ്യണം? വേരൂന്നണം. അവിടെ പറയുന്നത് വസിക്കണം. ഇവിടെ നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ പറയുന്നു അവനിൽ എന്ത് ചെയ്യണം? വേരൂന്നണം. വേരൂന്നിയാൽ മാത്രമേ ആത്മീക വർധനവ് പ്രാപിപ്പാൻ കഴിയൂ. കർത്താവായ യേശുക്രിസ്തു വചനമാകുന്ന വിത്തിന്റെ ഉപമ പറഞ്ഞപ്പോൾ വചനം കേൾക്കുന്നവർ അവിടെ 4 വിധത്തിലുള്ള അനുഭവങ്ങളെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വഴിയരികെ വീണതുണ്ട്, പാറസ്ഥലത്ത് വീണുണ്ട്, മുള്ളിനിടയിൽ വീണതുണ്ട്, നല്ല നിലത്ത് വീണതുണ്ട്. മുള്ളിനിടയിൽ വീണതിന്റെ പ്രത്യേകത അവിടെ ചില കാര്യങ്ങൾ പരിശുദ്ധയാത്മാവ് വ്യക്തമായി പറയുന്നുണ്ട്. സംസാരഭോഗം, ചിന്ത, സംസാര പിന്നെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടയാൻ നമുക്ക് അറിയില്ലല്ലോ. സ്വതന്ത്രം തുറക്കാൻ അറിയാം, അടയ്ക്കാൻ അറിയില്ല. തുടങ്ങാൻ അറിയാം, നിർത്താൻ അറിയില്ല. സ്വതന്ത്രം ഒരു തലക്കേന്ന് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോവുക. സ്വതന്ത്രം ഏതൊരു കാര്യത്തിനും എന്തുണ്ടാകണം? ഒരു ക്രമമുണ്ടാകണം. അവനിൽ വേരൂന്നണം. അവനിൽ വേരൂന്നിയാൽ മാത്രമേ ആത്മീക വർധനവ് പ്രാപിപ്പാൻ കഴിയുള്ളൂ. അപ്പോൾ ആത്മാവിൽ ഒരു വ്യക്തി വർദ്ധിച്ചു വരണം എന്ന് ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ വളർച്ചയുണ്ടായപ്പോഴാണ് പാപത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവിക ബന്ധത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയണമെങ്കിൽ എന്തുണ്ടാകണം? ആത്മീകമായി വളർച്ചയുണ്ടാകണം. വളരണമെങ്കിൽ എന്തേ പറ്റൂ? വേരൂന്നിയാലേ പറ്റൂ. ഹല്ലേലൂയ. കൊമ്പിൽ വസിച്ച മുന്തിരിവള്ളിയിൽ വസിച്ചാലേ പറ്റൂ. അപ്പോൾ മുന്തിരിവള്ളിയിൽ വസിക്കുമ്പോൾ മുന്തിരിവള്ളിയിൽ നിന്നുള്ള രസങ്ങൾ മാത്രമേ കൊമ്പിലേക്ക് വരൂ. വേറൊന്നും കിട്ടില്ല. എന്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതാ വചനം പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുകയും തന്നെ മുന്തിരിവള്ളി തന്നെ. എന്നാ നീ അടുത്ത കൊമ്പിലേക്ക് പറ്റില്ലെന്നേ. ഇത് രണ്ടും കൂടെ നടക്കില്ല. സ്തോത്ര. മുന്തിരിവള്ളിയിൽ വസിച്ചാൽ നിനക്ക് എന്തു ചെയ്യാൻ കഴിയും? ഫലം കായ്പാൻ കഴിയും. സ്തോത്രം. ആത്മീക വർധനവ് പ്രാപിപ്പാൻ കഴിയും. വിഷയങ്ങളുടെ മുൻപിൽ നിൽക്കാൻ കഴിയും. പ്രതികൂലങ്ങളുടെ മുൻപിൽ ജയിപ്പാൻ കഴിയും. ശത്രുവിനോട് പോരാടുവാൻ കഴിയും. അവന്റെ ആയുധങ്ങളുടെ മേൽ ഹല്ലേലൂയ ജയമേറി മുഴക്കുവാൻ കഴിയത്തക്ക നിലവാരത്തിൽ ഒരു ദൈവകൃപയുടെ വ്യാപാരം എന്റെ ദൈവത്താൽ നിന്റെ മേൽ പകരുവാൻ ദൈവം മതിയായവനാണ്. കഴിയാത്തത് എന്തുകൊണ്ടാണ്? വസിക്കാത്തത് കൊണ്ട്. സ്തോത്ര. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം അവൻ എഴുതു വിടുമ്പോൾ പന്ന പൈശാചികനോട് പറയണം, പിശാചേ, നിന്റെ ആയുധങ്ങളെ അടിയറ വെപ്പിച്ച ഒരു ഉടമസ്ഥന്റെ വകയാണ് ഞാൻ. അവന്റെ നാടനാണ്, അവന്റെ
എന്റെ കൂടെ ഉള്ളിടത്തോളം നിനക്കെന്നെ തകർക്കാൻ കഴിയില്ല, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നാഥൻ ഏൽപ്പിച്ചു കൊടുത്താലേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കൂ. നമ്മുടെ യഥാർത്ഥ അവസ്ഥ ആർക്കറിയാം? ഒന്നാമനായ പത്രോസ് അബ്രാമ കർത്താവ് പറയുന്നേടാ, നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചു. അനുവാദം എപ്പോഴാ വന്ന് ചോദിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചോദിച്ചു. പക്ഷെ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തില്ല. അപ്പൊ ഒന്നാമനായ പത്രോസിന്റെ വിശ്വാസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവന് നമ്മുടെ കാര്യം പറയണ്ടല്ലോ. സ്തോത്രം. നമ്മളൊന്നും ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മിടുക്കുകൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ടല്ല. നമ്മൾ ശത്രുവിന്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാതെ വേണ്ടോ മധ്യസ്ഥത ചെയ്ത സംരക്ഷണ വലയത്തേക്ക് ഉടമസ്ഥനുള്ളത് കൊണ്ട് നീ ആയിരിക്കുന്നത് നിന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ സംരക്ഷണമാണ്. സ്തോത്രം. അവൻ നിന്നെ ഇല്ലാതെയാക്കുവാൻ തീയമ്പുകളെയുമ്പോൾ വിശ്വാസമാകുന്ന പരിചയെടുത്ത് അതരം കൊണ്ട് പറയണോ, പിശാചേ നിന്റെ അമ്പുകളെ തടുക്കുവാൻ വിശ്വാസമാകുന്ന പരിചയുണ്ട്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവപ്രവൃത്തികളിൽ പെടട്ടെ. ശത്രുവായ പൈശാചികൻ നിന്റെ നേരെ എയ്തു വിടുന്ന തീയമ്പുകൾ അതൊരു പക്ഷേ കുടുംബത്തിനകത്തു നിന്നാകാം, ഒരു പക്ഷേ നീ സ്നേഹിക്കുന്ന വ്യക്തികളിലൂടെയാകാം, ഒരു പക്ഷേ സമൂഹത്തിലൂടെയാകാം. ഏതു തന്നെയായാലും അതിനോട് നീ പ്രതികരിക്കേണ്ടതാണ്, മാനുഷികമായല്ല. നീ പറയണം, പിശാചേ നിനക്ക് നിന്റെ പദ്ധതിക്ക് എന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ, എന്റെ മേൽ അധികാരം നടത്തുവാൻ കഴിയില്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തിന് നേരെ ശത്രുവായ പൈശാചികൻ എയ്തു വിടുമ്പോൾ ആത്മക്കണ്ണുകളാൽ അതിനെ കണ്ടുകൊണ്ട് അതിന് വിശ്വാസമാകുന്ന പരിച കരത്തിലേക്ക് അതിനെ തടയുവാൻ, അതിനെ ജയിക്കുവാൻ ഒരു കൃപ വേണം. അത് ആ സമയത്ത് ചെയ്യണം, പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. എപ്പ ചെയ്യണം? ആ സമയത്ത്. ആ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യായിരുന്നു അല്ലേ, എന്താ കാര്യം? സ്തോത്രം. വിഷയം ഉണ്ടാകുമ്പോൾ ആ സമയത്താണ് എന്ത് ചെയ്യേണ്ടത്. ആ സമയത്ത് എതിർക്കാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? അരയ്ക്ക് സത്യം അതുണ്ടാകണം. അര വല്ലോടത്തും നമ്മൾ വല്ലോടത്തും ആയിക്കഴിഞ്ഞാ 8ന്റെ പണി കിട്ടും. സ്തോത്രം. വചനത്തോട് ചേർന്ന് നിൽക്കണം. അതിനാണ് പറയുന്നത് എന്ത് ചെയ്യണം? മുന്തിരി വള്ളിയിൽ വസിക്കണം, ഒരു കൊമ്പായി ചേർന്ന് ഇരിക്കണം, അവനിൽ എന്ത് ചെയ്യണം? വേരൂന്നണം.
വേര് ഊതിക്കഴിഞ്ഞാൽ നീ ആത്മീയ വർധനവ് ചെയ്യും, പ്രാപിക്കും. വേര് നിനക്ക് എവിടം വരെ കൊണ്ടുപോകണമോ അവിടം വരെ കൊണ്ടുപോകാൻ ലിമിറ്റില്ല. സ്തോത്രം. അതിൽ നിന്ന് ലഭിക്കുന്ന സ്തോത്രം വചനം പറയുന്നത് തന്നെ പറയാം, സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലോ ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാ. അനുഗ്രഹിക്കുമെന്നല്ല പറയുന്നത്, അനുഗ്രഹിച്ചിരിക്കുക. എന്ത് ചെയ്താൽ മതി? ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോവുക, പിന്നെ ഒന്ന് കയറി വരിക, പിന്നെ ഒന്ന് ചേർന്നിരിക്കുക. സോദരൻ, ഈ കൊച്ചു പിള്ളേര് ഒരു എന്തെങ്കിലും ഒരു സാധനം നട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് പോയി നിളക്കി നോക്കും, ഒന്ന് വലിച്ചു നോക്കും. ആയുസ്സിൽ എന്ത് ചെയ്യില്ല, ആ വൃക്ഷം പോകില്ല. പിള്ളേര് നോക്കുന്ന വല്ലതും വന്നിട്ടുണ്ടോ എന്നാ നോക്കുന്നത് എന്നതുപോലെ ആകരുത് നമ്മൾ. ഇടയ്ക്കൊന്ന് ഇറങ്ങി പോവുക, പിന്നെയും കയറി വന്ന് നിൽക്കുക, 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി നോക്കുക, ഉണ്ടോ, ഇളകുന്നുണ്ടോ? സ്തോത്രം. ഈ പണി പറ്റില്ല. സ്ഥിരതയോടുകൂടെ ആ കൊമ്പിൽ വസിക്കുവാൻ, അവനിൽ വേരൂന്നുവാൻ നീ തയ്യാറായാൽ നീ വളർച്ച പ്രാപിക്കും. ഹല്ലേലൂയ. നീ ആത്മീകമായി വളരും. സ്തോത്രം. അത് വളരുവാൻ തുടങ്ങിയാൽ ചിലതിനോട് എതിർക്കുവാൻ, ചിലതിനോട് പൊരുതുവാൻ, ചിലതിനോട് വിട പറയുവാൻ, ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുവാൻ തക്കതായ നിലവാരത്തിൽ നിന്നെ പണിതെടുക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി, ഒരു ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സ്തോത്രം. ആത്മീക വർധനവ് പ്രാപിച്ചാൽ ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ എന്ത് ചെയ്യും? ഉറയ്ക്കും. നിൽക്കുമെന്നല്ല പറയുന്നേ, ഉറയ്ക്കും. ആ പിന്നെ എന്ത് ചെയ്യില്ല? അവിടുന്ന് കാറ്റ് വന്നാൽ, ഇവിടുന്ന് കാറ്റ് വന്നാൽ, മുന്നിൽ നിന്ന് വന്നാൽ, പുറകിൽ നിന്ന് വന്നാൽ, ഇതാന്തി ആടും ശരിയാണ്, പക്ഷെ എന്ത് ചെയ്യില്ല? ഇളകില്ല. സ്തോത്രം. പോയി പണി നോക്കടാന്ന് പറയും. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. കാറ്റടിച്ചു. സ്തോത്രം. ആ പട്ടണത്തിന്മേൽ വന്ന് അടിച്ചു. അത് ആഴത്തിൽ അടിസ്ഥാനമിട്ടത് കൊണ്ട് അതിനെ തകർക്കുവാൻ കഴിഞ്ഞില്ല, അതിനെ ഇല്ലാതെയാക്കുവാൻ കഴിഞ്ഞില്ല. മണലിന്മേൽ പണിത് തകർന്നു പോയപ്പോ ഹല്ലേലൂയ, ആഴത്തിൽ അടിസ്ഥാനമിട്ട നിന്നെ ഇല്ലാതെയാക്കുവാൻ, നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഇത് ദൈവമക്കൾക്ക് ഉടമസ്ഥൻ നൽകുന്ന ഉറപ്പാണ്, വീണ്ടെടുപ്പുകാരൻ നൽകുന്ന ഉറപ്പാണ്. സ്തോത്രം. നീ എന്ത് ചെയ്താൽ മതി? ഉടമസ്ഥനോട് ചേർന്ന് നിന്നാ മതി. അത് നിന്റെ ഉത്തരവാദിത്തമാണ്. അത് ആ ഉത്തരവാദിത്തം എന്ത് ചെയ്യണം? അത് ചെയ്താൽ ബാക്കി കാര്യം എന്ത് ചെയ്യും? അത് ചെയ്യാതെ നമ്മെ പറഞ്ഞുകൊണ്ട് തമ്പുരാൻ അത് കേൾക്കില്ല, മറുപടി ലഭിക്കില്ല. വിശ്വസ്തയോടുകൂടെ നിന്നാൽ. സ്തോത്ര. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, മരണപ്പെട്ടു പോയതായ ഭർത്താവ്, അവൾ ചെന്ന് പറയുന്ന വാക്ക്, നിന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഭർത്താവ് യഹോവ ഭക്തനാണെന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാർ എൻ്റെ 2 മക്കളെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുക. പ്രവാചകൻ ചോദിച്ചു, നിന്റെ പക്കൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, 1 ഭരണി എണ്ണയുണ്ട്. ഉടനെ പ്രവാചകൻ പറഞ്ഞു, അയൽ ഭവനങ്ങളിൽ പോയി പാത്രം
വായ്പ വാങ്ങണം. മാതൃകയുള്ള ഒരു കുടുംബമായി ജീവിച്ചില്ലായിരുന്നുവെങ്കിൽ അയൽപക്കത്ത് കയറാൻ പറ്റുമോ? അപ്പോൾ ഭർത്താവ് മരിച്ചു, ശരിയാണ്, അവൻ ദൈവഭക്തനാണ് എന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവളും വാസ്തവത്തിൽ ഒരു ഭക്തയാണ്, ഒരു മാതൃകയുള്ള ഒരു വ്യക്തിത്വമാണ്. ആ ദേശത്ത് സാക്ഷ്യത്തോടുകൂടെ ജീവിക്കുന്നവളാണ്. ഇനി അവള് മാത്രമാണോ? അവളുടെ മക്കളും അത് തന്നെയാ. ഹമാൻ സാക്ഷ്യത്തോടുകൂടെ. ഇല്ലെങ്കിൽ കുരുത്തം കെട്ട സാധനമാണെങ്കിൽ വീടിനകത്തേക്ക് കയറ്റുമോ? സ്തോത്രം, ഹല്ലേലൂയ. ഭവനങ്ങളിൽ ചെന്ന് വായ്പ വാങ്ങിയപ്പോൾ, വായ്പ ചോദിച്ചപ്പോൾ പാത്രങ്ങൾ എടുത്തു കൊടുത്തു നാട്ടുകാർ, അയൽ ഭവനക്കാർ. പ്രവാചകൻ പറഞ്ഞു, പാത്രം കുറവാകരുത്. സ്തോത്രം, ഹല്ലേലൂയ. അവളുടെ വേദനയെ ആര് കണ്ടു? സ്വർഗത്തിലെ ദൈവം കണ്ടു. ഒരുപക്ഷെ ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് ജീവിച്ചതിനേക്കാൾ സുഭിക്ഷമായി സ്വസ്ഥമായി അവൾ ജീവിപ്പാനിടയായി. പ്രവാചകൻ പറയുന്നത്, വിറ്റ് കടം വീട്ടി ബാക്കിയുള്ളത് കൊണ്ട് ഉപജീവനം കഴിച്ചുകൊള്ളുക. അപ്പോൾ അവൾക്ക് വേണ്ടി, അവളുടെ തലമുറകൾക്ക് വേണ്ടി കരുതിയ ദൈവത്തിന്റെ കരുതൽ എന്തുകൊണ്ട് ലഭിച്ചു? ഭക്തിയോടെ ജീവിച്ചത് കൊണ്ട്. എന്തുകൊണ്ട് ലഭിച്ചു? ക്രിസ്തുവിൽ വസിച്ചത് കൊണ്ട്. എന്തുകൊണ്ട് ലഭിച്ചു? മുന്തിരിവള്ളിയിൽ ചേർന്നിരുന്നത് കൊണ്ട്. എന്തുകൊണ്ട് ലഭിച്ചു? കാട്ടൊലിവായ ഹല്ലേലൂയ നമ്മെ നല്ല ഒളിവിനോട് ചേർത്തൊട്ടിച്ചപ്പോൾ ഹല്ലേലൂയ ആ നിലയിൽ നിന്നതുകൊണ്ട്. ദൈവം ഇതിലെ പഴയ നിയമ ഭക്തനായ ആ വ്യക്തിക്ക് ദൈവിക പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കർത്താവ് ക്രൂശിൽ മരിച്ചില്ല. കർത്താവ് ക്രൂശിൽ മരിച്ചില്ല. എന്നാൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് നമ്മെ വീണ്ടെടുത്തെങ്കിൽ, അവർ വേദപുസ്തക ഭാഷയിൽ ചിന്തിച്ചാൽ മണവാളന്റെ സ്നേഹിതന്മാരാണ് ആര്? പഴയ നിയമസഭ. ഹല്ലേലൂയ. വേദപുസ്തക ഭാഷയിൽ ചിന്തിക്കുമ്പോൾ സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്നേഹിതന്മാർക്ക് വേണ്ടി ചെയ്യുവാൻ കരുണയുടെ കണ്ണുണ്ടായിരുന്നു. മണവാട്ടിക്ക് വേണ്ടി ചെയ്യുവാൻ കരുണ കാണിക്കില്ലേ? കാണിക്കാത്തതിന്റെ കാരണം എന്നാ? കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട്. സ്വതന്ത്രം. അതിന് ഗുസ്തിയൊന്നും പിടിക്കേണ്ടെന്നേ, പിടിച്ചു വെച്ചൊന്നും പ്രാർത്ഥിക്കേണ്ടെന്നേ. നീ ചേർന്നിരുന്നാൽ മതി വിശ്വസ്തയോടെ. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നതനുസരിച്ച് മാറേണ്ട ഇടങ്ങളിൽ നിന്ന് മാറുവാനൊരു മനസ്സ് നിനക്കുണ്ടാകണം. അവിടെ എന്ത് ചെയ്യരുത്? ഇങ്ങനെ ആയപ്പോ എന്നാ കുഴപ്പം? സ്തോത്രം. അനുഗ്രഹത്തിന് വേണ്ടി പഴയ നിയമത്തിലേക്ക് ഓടും. സ്തോത്രം. വേർപാടിന്റെ കാര്യം പറയുമ്പം പുതിയ നിയമത്തിലേക്ക് ഓടും. സ്തോത്രം. എടാ, അനുഗ്രഹം ലഭിച്ച പഴയ നിയമ ഭക്തർ വേർപെട്ടവരാ. വേർപെട്ടവർക്കാണ് ദൈവം തന്റെ അനുഗ്രഹങ്ങളുടെ കലവറ തുറന്നു കൊടുത്തത്. നീ വേർപെട്, നിനക്ക് വേണ്ടുന്നത് നൽകുവാനവനായവനാണ്. സ്തോത്രം. നിന്റെ ആവശ്യങ്ങളെ അറിയുന്നവനാണെന്നേ. നീ യാചിക്കുന്നതിന് മുന്നമേ നിനക്ക് വേണ്ടുന്നത് എന്തെന്നറിയുന്ന ഒരു ഉടമസ്ഥനാണ്. ആ ഉടമസ്ഥന്റെ അടുക്കൽ അബാ എന്ന് വിളിച്ച് കയറി ചെല്ലുവാൻ കഴിയണം നിനക്ക്. സ്തോത്ര. ഒന്ന് ശ്രദ്ധിച്ച്, ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് അപ്പൻ
ആരുടെയെങ്കിലും കൂടെ ഇരിക്കുകയാണെന്ന് ഇരിക്കട്ടെ, വീടിനകത്ത് സ്കൂളിൽ പോയതായ മോൻ കയറി വരുമ്പം കതകിൽ മുട്ടി അപ്പാ ഞാനൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ടാണോ കയറി ചെല്ലുന്നത്? കതകും തുറന്ന് ഓടി അങ്ങ് ചെന്ന് അപ്പൻ്റെ മടിയിൽ അങ്ങ് കയറിയിരിക്കും. കെട്ടിപ്പിടിച്ച് 2 ഉമ്മയൊക്കെ കൊടുത്ത് കാര്യം നടത്തും. സ്തോത്രം. അവന് കിട്ടേണ്ടത് കിട്ടിക്കഴിയുമ്പോഴേ അവനെന്ത് ചെയ്യുള്ളൂ. സ്തോത്രം. സ്നേഹത്തോടെ അപ്പം പറയും, മോനെ ഞാനിവിടെ കുറച്ച് തിരക്കില്ല. അപ്പോൾ അവൻ ഇറങ്ങി എന്ത് ചെയ്യും. സ്തോത്രം. എന്നതുപോലെ ഒരു പിതാവിൻ്റെ അടുക്കലേക്ക് ഏതു സമയത്തും കയറി ചെല്ലുവാൻ കഴിയത്തക്ക നിലവാരത്തിൽ ഒരു ആത്മബന്ധം നിനക്കുണ്ടാകണം. ഹല്ലേലൂയ. ആത്മബന്ധത്തിന് നീ ഉടമയായാൽ നിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ഉടമസ്ഥൻ നിന്നോട് കൂടെയുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവവൈതലേ, നീ ഭയപ്പെടേണ്ട. ആമേൻ. നമ്മൾ പാട്ടൊക്കെ പാടും, ഭയം ലേശം വേണ്ടിനിയും മമ യേശു എന്ന ഭയം വൻ തുമ്പ നേരത്തിലും യേശു താൻ എന്നോടിരിക്കും. ഇത് പാടും, പാട്ടിന്റെ കൂടെ കിടന്ന് ആടും. വിഷയം വരുമ്പോ നീ ഓടും. ഇതാണ് ഇന്ന് നടക്കുന്നത്. പാടും, കൂടെ ആടും. വിഷയം വരുമ്പോ നീ ഓടും. അതല്ല ക്രിസ്തീയ ജീവിതം. പാട്ടുകാരൻ എഴുതി വെച്ച വാക്ക്, സ്തോത്രം, വളരെ കൃത്യതയോടുകൂടെ വൻ തുമ്പ നേരത്തിലും യേശുദാൻ എന്നോട് കൂടെയിരിക്കും. ആമേൻ. ആ വരികളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ, കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും യോർദാൻ കര കവിഞ്ഞൊഴുകിയാലും, കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും യോർദാൻ കര കവിഞ്ഞൊഴുകിയാലും ഏലിയാവിൻ ദൈവത്താൽ ശത്രുവിന്മേൽ ജയബലി മുഴക്കിടുമേ. ഏലിയാവിൻ ദൈവത്താൽ ശത്രുവിന്മേൽ ജയബലി മുഴക്കിടുമേ. ഇത് കരകവിഞ്ഞൊഴുകണ്ട, ഒഴുക്ക് കാണുമ്പോഴേ നമ്മൾ ഓട്ടം തുടങ്ങും. ജയബേരിയൊക്കെ അതാ ആ വഴിക്ക് കിടക്കുക. സ്തോത്രം. ഏലിയാവിന്റെ ദൈവം വിശ്വസ്തയോടുകൂടെ അനുസരിച്ച് യാത്ര ചെയ്യുവാൻ ദൈവവൈതലേ നീ തയ്യാറായാൽ, ഒരു അശക്തനല്ല നിന്നെ വിളിച്ചത്, സർവശക്തനാണ് വിളിച്ചത്. സകലത്തിന്മേലും അധികാരമുള്ളവനാ. ഇല്ലാത്ത ഒന്നിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവനാ. ആ ദൈവകരത്തിലേക്ക് നീ സ്വാതന്ത്ര്യമായി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. തമ്പുരാനോട് പറയണം, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറണം, നിന്റെ ഇഷ്ടം പോലെ എന്നെ പണിയണം. ഇത് പണിയാൻ ഏൽപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ പണിതാ മതി കേട്ടാ. ഇങ്ങനെ അതല്ല ഏൽപ്പിച്ചു കൊടുക്കല്. യാഗപീഠത്തിൽ യാഗമായി സമർപ്പിച്ചാൽ ഉടമസ്ഥന്റെ ഇഷ്ടപ്രകാരം അത് പണിയാൻ വേണ്ടി നീ ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ പണിയുന്നത് ഉടമസ്ഥനാ. ആ നല്ല ഉപകരണമാക്കുവാൻ, മൂർച്ചയുള്ള ആയുധമാക്കുവാൻ തന്റെ ഹിതം പോലെ പണിതെടുക്കുകയാ. സ്തോത്രം. അഭിഷേക തൈലം വീണ ദാവീദ് എന്നവന്റെ തലയിൽ അഭിഷേക തൈലം വീണു. അന്ന് മുതൽ പാവം ഓട്ടം തുടങ്ങി. ഓടാ ഓട്ടം, ഓടാ ഓട്ടം. പക്ഷെ ഓടി അവനും തോറ്റില്ല, ഓടിച്ചവൻ തോറ്റു. ഓടിയവൻ തോറ്റില്ല, ഓടിച്ചവൻ എന്ത് ചെയ്തു? തോറ്റു. എന്താ കാരണം? ഓടുന്ന സമയത്ത് കൂടെ ആരുണ്ടായിരുന്നു? അവന്റെ പാദങ്ങൾക്ക് ബലം നൽകുവാൻ. സ്തോത്രം. യഥാർത്ഥമായ വഴികാട്ടിയായി കൂടെ നടക്കുവാൻ ഉടമസ്ഥനുണ്ടായിരുന്നു. വചനം പറയുന്നത് എങ്ങനെയാണ്? സകല ശത്രുവിന്റെ കയ്യിൽ നിന്നും,
പ്രത്യേകമായി എടുത്തു പറയുന്നു, ശൗലിന്റെ കയ്യിൽ നിന്നും. സ്തോത്രം. അപ്പോൾ സകല ശത്രുവിൽ പെട്ടതല്ല ആര്? സ്പെഷ്യൽ ശത്രുവായിരുന്നു. ഹേമൻ കുന്തം പിടിച്ചോണ്ട് നിൽക്കുക. എപ്പോഴാ കുത്തു കിട്ടുന്നതെന്ന് അറിയില്ല. ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഡും എന്നും പറഞ്ഞാണ് ചാടുന്നത്. സ്തോത്രം. ആ ശത്രുവിന്റെ കയ്യിൽ നിന്നും ദൈവം വിടുവിച്ചു. ദൈവപൈതലേ, അതുകൊണ്ടാണ് ഹല്ലേലൂയ മരണപ്പെട്ടു പോയതായ ജെ.വി. പീറ്റർ ഉന്നം വെച്ച വൈരിയിൽ കണ്ണിൻ മുൻപിൽ പതരാതെ, ഉന്നം വെച്ച വൈരിയിൽ കണ്ണിൻ മുൻപിൽ പതരാതെ, കൺമണി പോൽ കാക്കും കരങ്ങളാൽ നിന്നെ മറച്ചില്ലേ. കൺമണി പോൽ കാക്കും കരങ്ങളാൽ നിന്നെ മൂടി മറച്ചില്ലേ. കുന്തമെടുത്ത് ചാടിയപ്പോൾ ആ ചിറകിന്റെ മറവിലെന്ത് ചെയ്തു? ഹല്ലേലൂയ, ദാവീദിനെ മറച്ചു. കുന്തമേന്തിയവൻ ഹല്ലേലൂയ ചുമരിൽ പോയി കുന്തം കൊണ്ടു. അതിന്റെ ഉള്ളിൽ നിന്ന് ദാവീദ് വഴുതിപ്പോയി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമേ, പല സന്ദർഭങ്ങളിൽ ശത്രുവായവനെ തകർത്ത് കളയുവാൻ ഉന്നം വെച്ചപ്പോൾ ആ വൈരിയുടെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിച്ചത് ഹല്ലേലൂയ നിന്റെ വീണ്ടെടുപ്പ് ഞാനെന്ന് ഒരു ബോധ്യമുണ്ടാകട്ടെ. സ്തോത്രം. അകപ്പെട്ടു പോകേണ്ടതായിരുന്നു, ഇല്ലാതെയാകേണ്ടതായിരുന്നു. തീർന്നു എന്ന് ശത്രു പറഞ്ഞതാ, ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞതാ. എന്നാൽ അതിന്റെ മധ്യത്തിൽ നിന്ന് ഹല്ലേലൂയ കരം പിടിച്ചുയർത്തിയ, താങ്ങി നടത്തിയ, ചിറകിന്റെ മറവിൽ മറച്ച ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞത്? അവനിൽ വേരൂന്നിയ ഒരു ഭക്തനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് ഇന്നെങ്കിലും തുടങ്ങിയതല്ലെന്നേ, കാട്ടി വെച്ച് തുടങ്ങിയതാ. ആരുമില്ലാതിരുന്നപ്പോൾ അപ്പൻ കണ്ടില്ല, സഹോദരങ്ങൾ കണ്ടില്ല, മാതാവ് കണ്ടില്ല, കുടുംബക്കാർ കണ്ടില്ല, ആരും കാണാതിരുന്നപ്പോൾ ഉടമസ്ഥനുമായ ഒരു ബന്ധം സ്ഥാപിച്ചു. ആ ബന്ധം സ്ഥാപിച്ചപ്പോൾ അവനെ കുറിച്ച് ദൈവം ശൗമേലിനോട് പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഈശായിയുടെ ഭവനത്തിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. ചേടാ, ഈശായിയുടെ ഭവനത്തിൽ ആ കസാരയിൽ അവൻ ഇരുന്നിട്ടുണ്ട്. പിശാച് പറയുന്നു ഇവൻ ഇസ്രായേൽ ദേശത്തിലെ രാജാവാണ്. പിശാച് പറയുന്നത് ഇവൻ ആരാണ്? സ്ഥാനത്തിരിക്കുന്നത് ശൗല. പക്ഷേ പിശാച് അംഗീകരിക്കുന്ന ആരെയാ? ദാവീദിനെ. പിശാചിനറിയാം ശൗലിന്റെ മണ്ടയില് അഭിഷേക തൈലം ഇല്ലെന്ന്. അവന്റെ സ്ഥാനം നഷ്ടപ്പെട്ടെന്ന് ആർക്കറിയാം? പിശാചിനറിയാം. പക്ഷെ ആർക്കറിയില്ല? ഇസ്രായേലത്തിന് അറിയില്ല. ഇതുപോലെ ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട കുറെ എണ്ണം എന്തുണ്ട് ഇന്ന് പെന്തക്കോസ് ഈ കോളത്തിലുണ്ട്. പലതിനും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അവനവന്റെ കസാരയ്ക്ക് വേണ്ടിയാ കുസ്തി പിടിക്കുന്നേ. യോനാഥാനോട് പറയുന്നുണ്ട്, ഈശായിയുടെ മകൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റില്ല, അവനെ കൊല്ലണം. മറ്റൊരുത്തനെ ശരിയാക്കാൻ വേണ്ടി നടക്കുന്നവർ മുഴുവൻ ഈ പണിക്കാൻ നടക്കുന്നേ. സ്വന്തം ഇരിപ്പടം എന്ത് ചെയ്യണം? സ്തോത്രം. സ്തോത്രം. ആ പണി നടത്തി കഴിഞ്ഞാൽ സ്വസ്ഥത ഉണ്ടാകുമോ? സ്വയമായിട്ടും സ്വസ്ഥത കാണില്ല, കിടന്നായിട്ട് ഉറക്കം വരില്ല. വല്ലാത്തൊരവസ്ഥയാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈതലേ, ദൈവത്തോട് ചേർന്ന് നീ യാത്ര ചെയ്താൽ ഒരു ദൈവിക സംരക്ഷണ വലയം നിനക്കുണ്ട്. അപ്പോൾ ദൈവിക സംരക്ഷണ വലയം അനുഭവിപ്പാൻ കഴിയണമെങ്കിൽ
ആ ബന്ധത്തിന് നമ്മൾ ഉടമകളായി മാറണം. ഒരു സംരക്ഷണ വലയം ലോകരിൽ നിന്ന് വ്യത്യസ്തമായി ആർക്കുണ്ട്? ദൈവമക്കൾക്ക് ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ആർക്ക് അനുഭവിപ്പാൻ കഴിയൂ? ദൈവമക്കളായി ജീവിക്കുന്നവർക്ക് പറ്റുള്ളൂ. ഒന്നും കൂടെ പറഞ്ഞാൽ, അവനിൽ വേരൂന്നി അവനിൽ വസിക്കുന്നവർക്ക് പറ്റുള്ളൂ. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് അവകാശപ്പെടാൻ കഴിയില്ല. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-11 വാക്യം ഒന്ന് ചേർത്ത് വായിച്ചേ. എഫെസ്യർ 3:10-11 വാക്യം. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയവും. സഭയെ ദൈവം കണ്ടിരിക്കുന്നത് യഥാർത്ഥമായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന, ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സഭയെയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? കണ്ടിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ചു. അപ്പോൾ ആ നിവർത്തിച്ചത് സഭയിലൂടെ എന്ത് ചെയ്യണം? വെളിപ്പെട്ടു വരണം. സഭ കുരുട്ടും കുന്നായ്മയും കൊണ്ട് നടക്കേണ്ടതല്ല. സഭ എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ജനത്തിന്റെ കൂട്ടമാണ്. ആ കൂട്ടം വിശുദ്ധിയോടുകൂടെ നിന്നാൽ ചിലത് ചെയ്തെടുപ്പാൻ കഴിയും. ചിലത് മറ്റുള്ളവർ കാണും, മറ്റുള്ളവർ അറിയും. അതിന് ഐക്യത, ദൈവമായുള്ള യഥാർത്ഥമായ ബന്ധം അനിവാര്യമാണ്. സ്തോത്രം. അത് ഉണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടും, നമ്മുടെ കുടുംബത്തിൽ അത് വെളിപ്പെടും, നമ്മളായിരിക്കുന്ന ദേശത്ത് അത് വെളിപ്പെടും, നമ്മളായിരിക്കുന്ന സഭയിൽ അത് വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ ലോകം പറയും, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു കൂട്ടം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. സ്തോത്രം. തനിച്ചു പാർക്കുന്ന ഒരു കൂട്ടം. ഇതാണ് സഭ. അപ്രകാരം സഭ മുൻപോട്ട് പോയാൽ വചനം പറയുന്നു, ആ വിചാരം ലക്ഷണവിദ്യ ആർക്ക് ഫലിക്കില്ല. സ്തോത്രം. ചെയ്യുന്നവര് ചെയ്യട്ടെ, പണിയുന്നവര് പണിയട്ടെ എന്നേ. സ്തോത്രം. പണിത് കഴിയുമ്പം അവർ മടുത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്തോളൂ? നിന്നോളൂ. പലരും ചെയ്യുവാൻ നോക്കിയിട്ട് കഴിയാതെ പോയത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ മന്ത്രവാദികള് ഈ പെന്തക്കോസ് കൂട്ടത്തിനെതിരെ പണി നടത്തിയിട്ട് പിശാചുകളെ പറഞ്ഞു വിടുമ്പം പിശാചി എന്ന് നോക്കുമ്പം ആ വീടിന് ചുറ്റും തീയ, അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അടുക്കാൻ പറ്റുന്നില്ല. പിശാചി മടങ്ങി വന്നിട്ട് പറഞ്ഞു വിട്ടവനോട് പറഞ്ഞു, അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിനേക്കാളും ശക്തി കൂടിയതിനെ പറഞ്ഞു വിടും. അവനും വന്നിട്ട് പറയും, എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കയറാൻ പറ്റുന്നില്ല. അതിനും ശക്തി കൂടിയതിനെ പറഞ്ഞു വിട്ടു. അത് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയും, ഇനി നീ എന്നെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നിന്റെ പണി ഞാൻ തീർക്കും. സ്തോത്രം. കാരണം ഇതിങ്ങനെ ആജ്ഞാദൂതികളായിട്ട് ഇങ്ങനെ നടക്കുകയല്ലേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കഷ്ടപ്പാട്. ഇവനോട് ഇരുന്ന് എന്ത് ചെയ്യുക, പണി നടത്തിക്കൊണ്ടിരിക്കുക. ഇനി നീ പണിത് കഴിഞ്ഞാൽ നിനക്കിട്ട് ആദ്യം പണി നടത്തും. ദൈവത്തിലെ നമ്മളറിയാത്തൊരു സംരക്ഷണ വലയം നമുക്കുണ്ട് കേട്ടോ. അത് മനസ്സിലാക്കണമെങ്കിൽ ഇയ്യോബിന്റെ പുസ്തകം വായിക്കണം. സാത്താൻ എന്നിട്ട് പറയുന്നത്, നീ ഇയ്യോബിനും അവനുള്ളതിന് മുഴുവൻ ചുറ്റും എന്ത് ചെയ്തിരിക്കുക, വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുക.
അവന് മാത്രമല്ല സകലതിനും വേലി കെട്ടി തൂടിച്ചിരിക്കുക. പിന്നെ എങ്ങനെയാ അവന് എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ? ഒന്നും പറ്റുന്നില്ല. തമ്പുരാന്റെ അടുത്ത് നിന്നിട്ട് പറയാ, നീ ആ വേലി ഒന്ന് പൊടിച്ചു വാ, ഞാനിപ്പോ ശരിയാക്കാം. വെല്ലുവിളി നടത്തുക തമ്പുരാനോട്. തമ്പുരാൻ പറഞ്ഞു, എന്നാ വേലി പൊടിച്ചു തന്നു, പോയിക്കോ. നിമിഷ നേരം കൊണ്ട് എല്ലാം ഇത് ചെയ്തു. യോബ് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവന് നാം മഹത്വപ്പെടട്ടെ. ബൂം, വ്യാജന്റെ പണി എന്ത് ചെയ്തു? അതോടുകൂടെ വീണ്ടും ചെന്നു, നീ വെറുതെ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. അപ്പൊ ഞാൻ പറയുകയാണ്, നീ വെറുതെ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. നീ അവനൊന്ന് തൊട്, അവനെന്ത് ചെയ്യും? മുഖത്ത് നോക്കി അതേ ഇരിക്കുന്നു. അവന്റെ പ്രാണനെ മാത്രം തോട്ടുപോകരുത്. തല തൊട്ട് പാദം വരെ വ്രണം നിറഞ്ഞു. ഓട്ട് കഷ്ണം കൊണ്ട് ചുരണ്ടുവാൻ തുടങ്ങി. അതിനകത്തിരുന്നും അവൻ പറയുകയാണ്, ഞാൻ അവനെ കാണും. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥമായ ഒരു ദൈവിക ബന്ധം. വാസ്തവമായ ദൈവകരത്തിൽ ഒരു ഉപകരണമായി ഇയ്യോബ് ഉപകരിക്കപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവവിധലേ, ദൈവമായുള്ള ബന്ധത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആർക്കറിയാം, നമുക്ക് എതിരായിട്ട് ശത്രുവായ പൈശാചികൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നീ അവളെ സംരക്ഷിക്കുന്നത് കൊണ്ട്, നീ അവളെ സൂക്ഷിക്കുന്നത് കൊണ്ട്, അവളെ ഇങ്ങനെ നെഞ്ചം പിരിച്ചുകൊണ്ട് മിടുക്കിയായി നടക്കുന്നത്, ഒരു ചെറിയ വേദനയൊന്ന് കൊടുക്ക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് അന്ധകാര ശക്തി പറയുന്നുണ്ടോ എന്ന് ആർക്കറിയാം? ഒരുപക്ഷെ ഉണ്ടാകാം. എന്നാൽ അതിന്റെ മധ്യത്തിലും പറയണം, ഇല്ല, എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അവൻ അറിഞ്ഞിട്ടാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്റെ ദൈവം എന്റെ കൃപ പകരുവാൻ, എന്നെ വിടുവിക്കുവാൻ, എന്നെ സഹായിക്കുവാൻ മതിയായവനാണ്. അതാണ് പൗലോസ് പറയുന്നത്, കർത്താവേ ഇതൊന്ന് മാറ്റിത്തരണം. കർത്താവ് പറഞ്ഞു, മോനെ അത് മാറില്ലടാ, എന്റെ കൃപ നിനക്ക് മതി. എന്താ കാര്യം? അത് മാറ്റിക്കഴിഞ്ഞാൽ നീ സ്വർഗത്തിൽ കാണില്ല. ആ ബലഹീന സമയത്ത് എന്റെ കൃപ നിന്റെ മേൽ ഞാൻ പകരും. ശക്തിയോടെ നിൽപ്പാൻ, ദൈവകൃപയോടെ നിൽപ്പാൻ നിന്നെ ബലപ്പെടുത്തുന്ന എന്റെ കൃപ നിനക്ക് മതി. ദൈവമേ, അവനിൽ വേരൂന്നിയാൽ ആത്മീക വർധനവ് നീ പ്രാപിക്കും. വചനത്തിനൊത്തവണ്ണം വിശ്വാസത്തിൽ നീ ഉറയ്ക്കും. വേദനയുടെ നടുവിൽ സ്തോത്രം പറയുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയത്തക്ക നിലവാരത്തിൽ ദൈവകൃപ നിന്റെ പകരപ്പെടും. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ മകളായി സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും നടത്തട്ടെ. ഈ ബലത്തോടെ നമുക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങാം. കരുണയുള്ള പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹീത വചനത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങയോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. അങ്ങേ കൈക്കൊണ്ടതുപോലെ അങ്ങയോട് ചേർന്ന് നടപ്പാൻ സഹായിക്കണം. ദൈവകൃപയുടെ കടാക്ഷം അവിടുന്ന് ഞങ്ങളുടെ മേൽ പകരണം. ദൈവപ്രവൃത്തിയായത് വെളിപ്പെടുവാൻ ഇടയാകണം. അവിടുന്ന് അങ്ങനെ ചെയ്തെടുക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയിൽ വേരൂന്നിക്കൊണ്ട് അങ്ങയോട് ചേർന്ന് യാത്ര ചെയ്ത് ആത്മിക വർധനവ് പ്രാപിച്ച് വിശ്വാസത്തിൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞ് മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകണം. അവിടെ അങ്ങനെ ചെയ്തെടുക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കേൾവിക്കാരെ അവിടെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ബലത്തോടെ നിർത്തുന്നതിനായി സ്തോത്രം. അവിടുത്തെ കൃപയുടെ മറവിൽ ഞങ്ങളെ മറച്ചതിനായി നന്ദി. മഹത്വം കർത്താവിന് ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.